ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും VHSCയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റിനേസൻസ് ഇൻ കേരള എന്ന് പറയുന്നത് പാർട്ട് 4 റിനേസൻസ് ഇൻ കേരള എന്ന് പറയുന്ന ഭാഗത്ത് ടുവേർഡ്സ് എ ന്യൂ സൊസൈറ്റി എന്നുള്ള ഒരു സെഷനാണ്. അതിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കഴിഞ്ഞു, അതുപോലെ തന്നെ വാരിയസ് മിഷണറി ഓർഗനൈസേഷൻസ് ആൻഡ് ദയർ ഫങ്ഷനിങ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു. അതായത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഫാക്ടറീസ് ആൻഡ് പ്രിൻറ്റിംഗ് പ്രസ്സാണ്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഫാക്ടറീസ് ഇൻ കേരള എന്ന് പറയുന്ന ഒരു വിഷയമാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പം നമുക്ക് പറഞ്ഞു തുടങ്ങാം. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഫാക്ടറീസ് ഇൻ കേരളയാണ്. അപ്പം മോഡേൺ ഫാക്ടറീസ് വെർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കേരള ബൈ ദ മിഡിൽ ഓഫ് ദ 20th സെഞ്ച്വറി. അപ്പം മോഡേൺ ഫാക്ടറീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യണം. അത് മിഡിൽ ഓഫ് ദ, അതായത് 20th സെഞ്ച്വറിയുടെ ഏതാണ്ട് മിഡിൽ പാർട്ടാകുമ്പോഴേക്കുമാണ് ഇത്തരത്തിലുള്ള ഫാക്ടറീസൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് എന്താണ്, മറ്റേ ബ്രിട്ടീഷേഴ്സിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും അതിലുണ്ടാകും. ഇനി അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു പോയിൻ്റാണ് ദ മെജോറിറ്റി ഓഫ് ദം വേർ ഇൻ ട്രാവൻകൂർ ആൻഡ് കൊച്ചി. അപ്പോൾ ഈ ഫാക്ടറീസൊക്കെ തീർച്ചയായിട്ടും ഈ ഫാക്ടറീസൊക്കെ കൂടുതലായിട്ടും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് ട്രാവൻകൂർ ആൻഡ് കൊച്ചി എന്നിവിടങ്ങളിലൊക്കെയാണ്. നമുക്കറിയാം, കപ്പൽ മാർഗം വരാൻ എളുപ്പമുള്ള ആ ഒരു ഭാഗങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കും മിക്ക ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഫോം ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ പ്രധാനമായിട്ടും പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള റൂളേഴ്സ് ഇതിനെ സപ്പോർട്ടീവ് ആയിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പം റൂളേഴ്സ് ഓഫ് ട്രാവൻകൂർ അഡോപ്റ്റഡ് പോളിസീസ് പ്രൊമോട്ടിംഗ് മോഡേൺ ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇത്തരത്തിലുള്ള മോഡേൺ ഇൻഡസ്ട്രീസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാവൻകൂർ റൂളേഴ്സ് ഒരുപാട് പോളിസീസൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദ ബ്രിട്ടീഷ് പ്രൊവൈഡ് ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു ദി ഇൻഡസ്ട്രീസ്. അപ്പം നമ്മുടെ ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്യാണ്, ഇത്തരത്തിലുള്ള ഫാക്ടറീസ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് ഫിനാൻഷ്യലി എന്ത് വേണം, നമുക്ക് സപ്പോർട്ട് വേണം. അപ്പം അതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ടെക്നിക്കലി നമ്മൾ കുറച്ച് ബാക്ക്വേർഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സപ്പോർട്ടുകളൊക്കെ തന്നുകൊണ്ട് ബ്രിട്ടീഷേഴ്സ് ഒപ്പം നിൽക്കുകയാണ്. അപ്പോൾ ദ ബ്രിട്ടീഷ് പ്രൊവൈഡ് ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു ദി ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിന് ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്യാൻ, ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ക്യാഷിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒത്തിരി ബാങ്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ ബാങ്ക്സ് വർ സ്റ്റാർട്ടഡ് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദി ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിൻ്റെ എന്താ പറയുക, ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ബാങ്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് എടുത്ത് പറയാവുന്ന ഒരു ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. നെടുങ്ങാടി ബാങ്ക് വാസ് ദ ഫസ്റ്റ് പ്രൈവറ്റ് ബാങ്ക് ഇൻ കേരള. അപ്പോൾ കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ പ്രൈവറ്റ് ബാങ്കാണ് ഏത്, നെടുങ്ങാടി ബാങ്ക്. അതുപോലെ തന്നെ അതിനെ തുടർന്ന് ദെൻ ഇംപീരിയൽ ബാങ്ക്, ദെൻ ഇന്ത്യൻ നാഷണൽ ബാങ്ക്, അതുപോലെ തന്നെ ആൻഡ് ചാർട്ടേഡ് ബാങ്ക്. ഇതിൽ ഇംപീരിയൽ ബാങ്കാണ് നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന SBI. ഓക്കെ, ആൻഡ് ചാർട്ടേഡ് ബാങ്ക് കെയിം ഇൻടു എക്സിസ്റ്റൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒത്തിരി ബാങ്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഒത്തിരി ആവശ്യമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാങ്കുകളും സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ പറയുന്നത് ടൈൽ ഫാക്ടറി വാസ് സെറ്റപ്പ് ഇൻ ഫറോക്ക്. അതേപോലെ തന്നെ കോഴിക്കോടുള്ള ഫറോക്കിൽ ഒരു ടൈൽ ഫാക്ടറി വരുന്നു. അതേപോലെ തന്നെ ഫറോക്കിൽ മാത്രമല്ല, കൊല്ലം, ഒല്ലൂർ എന്ന് പറയുന്ന ഇടങ്ങളിലെല്ലാം എന്ത് വരികയാണ്, ഇത്തരത്തിലുള്ള ടൈൽ അതായത് വിവിധങ്ങളായിട്ടുള്ള ഫാക്ടറികൾ. ആദ്യം ഒരു ഫാക്ടറി വരുന്നതോട് അനുബന്ധിച്ച് വിവിധങ്ങളായിട്ടുള്ള ഫാക്ടറികൾ അതിനോടനുബന്ധിച്ച് വരികയാണ്. അതിന് വേണ്ടിയിട്ട് അതായത് നമ്മുടെ ഭരണാധികാരികൾ തന്നെ അതിന് എന്താ പറയുക, സപ്പോർട്ടായിട്ട് നിന്നു എന്ന് വേണം പറയാൻ. പിന്നെ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറിയാണ് കാഷ്യൂ നട്ട് ഫാക്ടറി ഇൻ കൊല്ലത്ത് വന്നിട്ടുള്ള കാഷ്യൂ നട്ട് ഫാക്ടറി വളരെ പ്രധാനമായിട്ടുള്ള മറ്റൊരു ഫാക്ടറിയാണ്. അതുപോലെ തന്നെ പറയുന്നത് വേറെ ഒന്നാണ്, ആലപ്പി വാസ് ഫേമസ് ഫോർ കയർ ഫാക്ടറി ആൻഡ് കോക്കനട്ട് ഓയിൽ ഇൻഡസ്ട്രി. അപ്പം കയർ ഫാക്ടറിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ആലപ്പുഴ. ഓക്കെ, ആലപ്പി വാസ് ഫേമസ് ഫോർ കയർ ഫാക്ടറി ആൻഡ് കോക്കനട്ട് ഓയിൽ ഇൻഡസ്ട്രി. അപ്പം കയർ ഫാക്ടറിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പേരുകേട്ട സ്ഥലമാണ് ഏത്, ആലപ്പുഴ ജില്ല. അപ്പോൾ അവിടെ തന്നെ ഒരു കയർ ഫാക്ടറിയും അതേപോലെ തന്നെ കോക്കനട്ട് ഓയിൽ ഇൻഡസ്ട്രിയും ഡെവലപ്പ് ചെയ്യാണ്. പിന്നെ പറയുന്നു, ഈ ആലപ്പുഴയിലുള്ള കയർ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുന്ന ആരാണ്, സ്റ്റാർട്ടഡ് ബൈ ജെയിംസ് ഡാറ ഫ്രം അയർലാൻഡിലുള്ള ജെയിംസ് ഡാറ എന്ന് പറഞ്ഞ, അതായത്
ജെയിംസ് ഡാറ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് ഈ കയർ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഈ കാലഘട്ടത്തിന് പോസ്റ്റ് ഓഫീസൊക്കെ ആലപ്പുഴയിൽ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ പറഞ്ഞു പ്ലാന്റേഷൻ ഓഫ് ടീ, കോഫി ആൻഡ് റബ്ബർ എസ്റ്റേറ്റ്സ് വെർ സ്റ്റാർട്ടഡ് ഇൻ വാരിയസ് പാർട്സ് ഓഫ് കേരള ബൈ ബ്രിട്ടീഷ്. അതുപോലെ തന്നെ പിന്നെ തേക്ക്, അതേപോലെ തന്നെ കോഫി, റബ്ബർ, ഇതിൻ്റെയൊക്കെ എസ്റ്റേറ്റുകൾ വരികയാണ് എവിടെ? കേരളത്തിൽ ബ്രിട്ടീഷേഴ്സ് തന്നെ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്ലാന്റേഷൻസൊക്കെ കൊണ്ടുവരികയാണ് ഇവർ. അതുപോലെ തന്നെ പിന്നെ പറയുന്നതാണ് ഹാൻഡ്ലൂം ഫാക്ടറീസ് വരുന്നുണ്ട്. ഹാൻഡ്ലൂം ഫാക്ടറീസ് വെർ ഓൾസോ സ്റ്റാർട്ടഡ് ഇൻ കാലിക്കറ്റ് ആൻഡ് കണ്ണൂർ. അപ്പോൾ കാലിക്കറ്റിലും കണ്ണൂരിലൊക്കെ എന്താണ് ഈ പറഞ്ഞ ഹാൻഡ്ലൂം, അതായത് കൈത്തറി വ്യവസായം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഫാക്ടറീസ് വെർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കേരള അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ട്രാവൻകൂർ കിങ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മ. അപ്പം കേരളത്തിൽ, അതായത് ട്രാവൻകൂർ ഭരണാധികാരിയായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മ യുടെ കീഴിൽ ഒത്തിരി ഫാക്ടറീസ് കേരളത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെനി ഇലക്ട്രിസിറ്റി പ്രോജക്ട്സ് ആൻഡ് ഇറിഗേഷൻ പ്രോജക്ട്സ് കമൻസ് ഡ്യൂറിങ് ദിസ് പീരിയഡ്. അപ്പോൾ ഈ ഒരു പീരിയഡിൽ, ഈ ഒരു കാലഘട്ടത്തിൽ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മയുടെ ഈ ഒരു കാലഘട്ടത്തിന് ഒത്തിരി ഇലക്ട്രിസിറ്റി പ്രോജക്ട്സ്, അതേപോലെ ഇറിഗേഷൻ ജലസേചന പദ്ധതികളും ജലവൈദ്യുത പദ്ധതികളും വരുന്നുണ്ട്. അതുപോലെ തന്നെ പള്ളിവാസൽ പ്രോജക്ട്സ് വാസ് ദ ഫസ്റ്റ് ഇലക്ട്രിസിറ്റി പ്രോജക്റ്റ്. അപ്പോൾ കമൻസ് ചെയ്യാണ്, അതായത് അതിന് കമ്മീഷൻ പാസ്സാക്കുന്നു. ദെൻ പള്ളിവാസൽ പ്രോജക്റ്റ് വാസ് ദ ഫസ്റ്റ് ഇലക്ട്രിസിറ്റി. അപ്പം ആദ്യത്തെ ഫസ്റ്റ് ഇലക്ട്രിസിറ്റി പ്രോജക്റ്റുള്ള പള്ളിവാസൽ സ്റ്റാർട്ടഡ് ഇൻ കേരള വിച്ച് ഇസ് സ്റ്റിൽ റണ്ണിങ്. അപ്പം പള്ളിവാസൽ പ്രോജക്റ്റ് ഈ ഒരു കാലഘട്ടത്ത് ഫസ്റ്റ് ഇലക്ട്രിസിറ്റി പ്രോജക്റ്റ് ആയിട്ടുള്ള പള്ളിവാസൽ കേരളത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പറയാനുള്ള കുറച്ച് മെയിൻ ഫാക്ടറീസാണ് ഡ്യൂറിങ് ദിസ് പീരിയഡ്. അതിൽ പ്രധാനപ്പെട്ട ചില ഫാക്ടറികളുടെ പേര് പറയുന്നു. പുനലൂർ പേപ്പർ മിൽസ്, അത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പുനലൂർ പേപ്പർ മിൽസ്, അതേപോലെ ഫാക്റ്റ് കളമശ്ശേരിയിൽ ഫാക്റ്റ്, പിന്നെ കുണ്ടറ സെറാമിക്സ്, അതേപോലെ റബ്ബർ വർക്ക്സ് ട്രിവാൻഡ്രം, ടാറ്റ ഓയിൽ മിൽസ് കൊച്ചിൻ അലഗപ്പ ടെക്സ്റ്റൈൽ മിൽ. ഇത്തരത്തിലുള്ള ഒത്തിരി ഫാക്ടറീസ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫാക്ടറീസ്. ഏതൊക്കെയാണ്? പുനലൂർ പേപ്പർ മിൽസ്, ഫാക്റ്റ് കളമശ്ശേരി, കുണ്ടറ സെറാമിക്സ്, റബ്ബർ വർക്ക്സ് ട്രിവാൻഡ്രം, ടാറ്റ ഓയിൽ മിൽസ് കൊച്ചിൻ അളഗപ്പ ടെക്സ്റ്റൈൽ മിൽ എന്നുള്ള പല ഫാക്ടറീസും ഈ ഒരു കാലഘട്ടത്ത് എന്ത് ചെയ്യുന്നു? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പം ഏതാണ്ട് നമുക്കറിയാം ഒരു 20th സെഞ്ച്വറിയുടെ മധ്യത്തിലാണ് കേരളത്തിൽ നൂതന ഫാക്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അവയിൽ ഏറിയ പങ്കും തിരുവിതാംകൂറിലും കൊച്ചിയിലുമായിരുന്നു. നൂതന സംരംഭങ്ങളെ പരിപോഷിപ്പിക്കാൻ തിരുവിതാംകൂർ ഭരണാധികാരികൾ പല ആശയങ്ങളും നടപ്പിൽ വരുത്തുന്നുണ്ട്. ബ്രിട്ടീഷുകാർ സാമ്പത്തികമായും ടെക്നിക്കലിയായും വേണ്ട സപ്പോർട്ട് നൽകിയിരുന്നു. ഇത്തരത്തിലുള്ള സംരംഭങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ബാങ്കുകൾ തുടങ്ങുന്നു. കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് ബാങ്കാണ് ഏത്? നെടുങ്ങാടി ബാങ്ക്. അതുപോലെ തന്നെ ശേഷം ഇമ്പീരിയൽ ബാങ്ക്, ദ ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക് എന്നിവ തുടർന്നു വന്നു. പാരമ്പര്യ തൊഴിലിനെ ആശ്രയിച്ചുള്ള ഒത്തിരി ഫാക്ടറീസ് കേരളത്തിൽ ഉണ്ടായിരുന്നു. ഉദാഹരണമായി ടൈൽ ഫാക്ടറി ഇൻ ഫറോക്ക്, കൊല്ലം ആൻഡ് ഒല്ലൂർ, കാഷ്യൂ നട്ട് ഫാക്ടറി ഇൻ കൊല്ലം, അതേപോലെ തന്നെ കയർ ഫാക്ടറി, വെളിച്ചെണ്ണ ഇൻഡസ്ട്രിക്ക് പേര് കേട്ട സ്ഥലമായിരുന്നു എവിടെ? ആലപ്പുഴ ജില്ല. അതുപോലെ തന്നെ പറയുന്നു അയർലൻഡ്കാരനായ ജെയിംസ് ഡാറയാണ് ആലപ്പുഴയിൽ കയർ ഫാക്ടറി ആരംഭിക്കുന്നത്. അതേപോലെ തന്നെ കയറ്റുമതി ആവശ്യങ്ങൾക്കായിട്ട് ബ്രിട്ടീഷേഴ്സ് തേയില, കാപ്പി, റബ്ബർ എസ്റ്റേറ്റുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ ഇടുക്കി, വയനാട് എന്നിവ വളരെ പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള എസ്റ്റേറ്റുകൾക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഇടുക്കി, അതേപോലെ വയനാട് എന്നീ ജില്ലകൾ. പിന്നെ കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ ഹാൻഡ്ലൂം ഫാക്ടറീസ് സ്റ്റാർട്ട് ചെയ്യുന്നു. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ നേതൃത്വത്തിൽ വിവിധ ഫാക്ടറികൾ സ്ഥാപിച്ചു. വിവിധങ്ങളായ വൈദ്യുതി പ്രോജക്ട്സ്, ജലസേചന പദ്ധതികൾ എന്നിവ ഇക്കാലയളവിൽ പ്രവർത്തനം തുടങ്ങി. ഇന്നും നിലവിലുള്ള കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. ഇനി അതുപോലെ തന്നെ മെനി ഫാക്ടറീസ് ഡ്യൂറിങ് ദിസ് പീരിയഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുനലൂർ പേപ്പർ മിൽസ്, കുണ്ടറ സെറാമിക്സ്, കൊച്ചിൻ അളഗപ്പ ടെക്സ്റ്റൈൽ മിൽസ്, റബ്ബർ വർക്ക്സ് ട്രിവാൻഡ്രം എന്നിവ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇത്തരത്തിൽ ഒത്തിരി ഡെവലപ്മെൻറ്റ്സ് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ന് നമ്മുടെ ഇതിൻ്റെ വളർച്ചയ്ക്ക് ഒത്തിരി
ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ഓക്കെ, ബൈ.